അനന്ത്കുമാർ ഇത്തവണ തോൽപ്പിച്ചത് ഒരു പ്രമുഖനെയാണ്, നന്ദൻ നിലേക്കനി. മൻമോഹൻ സിംഗ് സർക്കാർ പ്രധാന കാര്യമായി പ്രഖ്യാപിച്ച യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ തലവനായിരുന്നു നന്ദൻ നിലേക്കനി. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെല്ലാം കുറ്റമറ്റതാക്കാൻ കൊണ്ടുവന്ന ആധാർ കാർഡിനോട് കടുത്ത എതിർപ്പായിരുന്നു അന്നെല്ലാം ബിജെപിക്ക്. പ്രധാനമന്ത്രിയാകുന്നതിനു മുമ്പ് 2014 ബംഗളൂരുവിലെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി തന്നെ ആധാറിനെ എതിർത്തിരുന്നു. ആധാറിനെതിരെ മോദി എന്നൊന്ന് ഗൂഗിളിൽ തെരഞ്ഞു നോക്കിയാൽ ഇപ്പോഴും ഒരു വീഡിയോ കിട്ടും. भाइयों बहनों, मैं आज पहली बार एक बात पब्लिकली बताना चाहता हूं. ये आधार कार्ड को लेकर के केंद्र सरकार के सारे महाशय मुझे मिलने आए थे. मैंने उनको सैकड़ों सवाल पूछे थे. 2-2 घंटे तक मैंने चर्चा की थी और ये मुझे जवाब नहीं दे पाए थे. मैंने देश की सुरक्षा के संबंध में भारत के अंदर जो घुसपैठिए आ गए हैं उनके संबंध में क्या सोचा है पूछा. हिंदुस्तान के जो बॉर्डर डिस्ट्रिक्ट है, कोस्टल डिस्ट्रिक्ट है, उसके विषय में क्या योजना है मैंने पूछा. इनके पास कोई जवाब नहीं था. एक पॉलिटिकल गिमिक के सिवाय कोई लंबी सोच नहीं रही. ആധാർ ഉണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളെപ്പറ്റി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും ആധാർ ടീമിനും മറുപടിയില്ലെന്നും കാഴ്ചപ്പാടില്ലാത്ത രാഷ്ട്രീയ ഉഡായിപ്പാണ് ഇതെന്നും മോദി നടത്തിയ ട്വീറ്റ് ഇപ്പോഴും തെരഞ്ഞാൽ കിട്ടും. നന്ദൻ നിലേക്കനിക്കെതിരെ അനന്ത്കുമാറിന്റെ പ്രധാന പ്രചരണ ആയുധവും ആധാർ ആയിരുന്നു. Aadhaar card was implemented throughout the country without parliamentary sanction. Therefore, the question marks. Aadhaar card, whether it is a scam, what happened in Aadhaar card, how much of the public money was wasted, all these questions are raised. And not only that, people want to find out who is the culprit behind this Aadhaar card scam. നിലേക്കനി തോറ്റു. മോദി മന്ത്രിസഭയിൽ അനന്ത്കുമാർ മന്ത്രിയുമായി. ഇന്നിപ്പോൾ ഉണരാനും ഉറങ്ങാനും ഒഴികെ എല്ലാത്തിനും ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി. സ്കൂളുകളിലെ ഉച്ചഭക്ഷണം ആധാറുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം. പാചക ഗ്യാസിന് സബ്സിഡി വേണമെങ്കിൽ ആധാർ വേണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആധാർ വേണം. സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ വിദ്യാർത്ഥികൾ ആധാർ ഹാജരാക്കണം. നീറ്റ് പരീക്ഷ എഴുതാൻ വേണം, PF കിട്ടാൻ വേണം, ആദായ നികുതി അടയ്ക്കാൻ വേണം. ഇപ്പോൾ ഇതാ ബാങ്ക് അക്കൌണ്ട് തുറക്കാനും ആധാർ വേണം. എല്ലാ സേവനങ്ങൾക്കും ആധാർ നിർബന്ധമാക്കാനും ഓരോ പൌരനും ഓരോ ആധാർ നമ്പറായി മാറാനും ഉള്ള ഏക തടസ്സം സുപ്രീം കോടതിയുടെ മുന്നിലുള്ള കേസാണ്. അതൊഴിച്ചു നിർത്തിയാൽ മോദി അടക്കം BJP നേതാക്കൾക്ക് ആധാറിനെപ്പറ്റിയുള്ളത് മതിപ്പ് മാത്രം. പറയാനുള്ളത് ആധാറിന്റെ ഗുണഗണങ്ങൾ മാത്രം. BJPക്കും മോദിക്കും ഇപ്പോൾ ആധാർ പ്രിയങ്കരമാണ്. हम सब जानते हैं कि संसद में आधार एक्ट 2016 अब पास हो चुका है. इस एक्ट के पास होने के बाद अब हमें सब्सिडी हो या फिर तमाम दूसरी सुविधाएं हो, डायरेक्ट कैश ट्रांसफर के लिए आधार के प्रयोग की सुविधा अब हमें प्राप्त हुई है. 128 करोड़ की आबादी वाले हमारे देश में अब तक 102 करोड़ लोगों का आधार कार्ड बांटे जा चुके हैं. यानी अब देश की 79% जनसंख्या के पास आधार कार्ड है. Purpose of this is not to identify people for some collateral purpose, but to make sure that the benefits of public revenue reach the right people. അഭിപ്രായം ഇരുമ്പുലക്കയല്ല. അതുകൊണ്ട് അധികാരത്തിൽ വരും മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നരേന്ദ്രമോദിക്ക് ഒരു കാരണവുമില്ലാതെ അധികാരത്തിൽ വന്ന ശേഷം മാറ്റി പറയാം. ആരും ചോദിക്കില്ല. എന്തു പറഞ്ഞാലും കൈയടിക്കാൻ ആരാധക വൃന്ദമുള്ളതുകൊണ്ട് പുതിയ മനംമാറ്റത്തിന് കാരണങ്ങളും ന്യായവാദങ്ങളും അവർ കണ്ടെത്തി നിരത്തുകയും ചെയ്യും. പരമരഹസ്യമായി സൂക്ഷിക്കും എന്നു പറഞ്ഞ ആധാർ വിവരങ്ങളെല്ലാം ചോർന്നുപോയി എന്ന് കേന്ദ്ര സർക്കാർ തന്നെ കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തു. വൻകിട വാണിജ്യ സ്ഥാപനങ്ങൾക്കാണ് ഈ വിവരങ്ങൾ അത്രയും നൽകിയത്. ചോർച്ച കോടതിയിൽ സമ്മതിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഒരു മനുഷ്യനും അവരുടെ ശരീരത്തിൽ പരമാധികാരം ഇല്ല എന്ന്. അതായത് ഒരു വ്യക്തിയുടെയും ശരീരത്തിന്മേലുള്ള അവകാശം അവന്റേതു മാത്രമല്ല രാജ്യത്തിനും കൂടി ഉള്ളതാണ് എന്ന്.
വീടില്ലാത്തവനും ഉടുതുണി മാറി ഉടുക്കാനില്ലാത്തവനും ഭക്ഷണമില്ലാത്തവനും ഇതുവരെ കരുതിയത് സ്വന്തം ശരീരം അവരവർക്കുള്ളതാണ് എന്നാണ്. അങ്ങനെയല്ല എന്ന് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി സുപ്രീം കോടതിയെ അറിയിച്ചു. അതോടെ ദരിദ്രന്മാരായ ആളുകൾക്ക് ഏക സമ്പാദ്യമായിരുന്ന സ്വന്തം ശരീരം പോലും സ്വന്തമല്ലാതായി മാറി. ഇനി മാറ്റമില്ല. സ്ത്രീകൾ ലെഗിൻസ് ഇടണ്ട, മൊബൈൽ ഉപയോഗിക്കേണ്ട, ആരും ഗോമാംസം കഴിക്കണ്ട, കടിക്കാൻ വരുന്ന പേപ്പട്ടിയെ തല്ലിക്കൊല്ലണ്ട എന്നു തുടങ്ങി ഗർഭിണിയാകേണ്ടതെങ്ങനെ, ഗർഭകാലത്ത് എന്തെല്ലാം ചിന്തിക്കാം എന്നുവരെ തീട്ടൂരം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായല്ലോ. 13 കോടി ഇന്ത്യൻ പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങളാണ് ചോർന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. UIDAIയിൽ നിന്നല്ല വിവരം ചോർന്നത്, മറ്റു ചില സർക്കാർ വകുപ്പുകൾക്ക് രഹസ്യാത്മകത സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നു പറഞ്ഞ് കേന്ദ്ര സർക്കാർ കൈകഴുകി. MS ധോണിയുടെ ആധാർ വിവരം വരെ പുറത്തായെങ്കിൽ സാധാരണക്കാരുടെ വിവരങ്ങൾ എങ്ങനെ സുരക്ഷിതമാകും? സ്വകാര്യതയുടെ ലംഘനമല്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ചത് മാത്രം മിച്ചം. ആധാറിൽ എന്താണിത്ര രഹസ്യം എന്ന് സംശയിക്കേണ്ട. ആധാർ ബന്ധിത ബാങ്ക് അക്കൌണ്ടുകൾ അടക്കമുള്ള വിവരങ്ങളാണ് ചോർന്നുപോയത്. നിങ്ങളുടെ ആധാർ വിവരം ചോർന്നുപോയാൽ അതുപയോഗിച്ച് മറ്റൊരാൾക്ക് എന്ത് സേവനവും നേടാം. ഇതുപോലെ ചോർന്ന ആധാർ നമ്പറുകൾ ഉപയോഗിച്ച് സിം കാർഡ് എടുത്തു നൽകിയ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ 18 സെയിൽസ് ജീവനക്കാരെ പിടികൂടിയതാണ് അടുത്ത കാലത്ത്. ഏറ്റവും രസകരമായ കാര്യം, ഒരാളുടെ വിവരം ചോർന്നുപോയാൽ അത് അയാൾ അറിയില്ല, അറിയിക്കില്ല എന്നതാണ്. അതറിയാൻ ഒരു പൌരനും അവകാശവുമില്ല. കോടതിയെ സമീപിക്കാനും അധികാരമില്ല. ഈ ചോർച്ചയുടെ വിവരമൊന്നും വിവരാവകാശ പ്രകാരം സർക്കാർ നൽകുകയുമില്ല. ഇതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം. പൌരന്റെ സ്വകാര്യത അവന്റെ അവകാശമല്ലേ, വിവരം കിട്ടാൻ പൌരന് അവകാശമില്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാം. വോട്ട് ചെയ്ത് ഒരു പാർട്ടിയെ അധികാരത്തിലെത്തിച്ച് കഴിക്കാനും ഉടുക്കാനും ജീവിക്കാനും ഉപാധികൾ അംഗീകരിച്ച് ജീവിച്ചുകൊണ്ട് എല്ലാം രാജ്യം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജനാധിപത്യത്തിന്റെ മഹത്വത്തെപ്പറ്റി ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കാം.